ഹായ്, ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ. ഞങ്ങൾ രണ്ടാളും പ്രണയിച്ച് കല്യാണം കഴിച്ച അല്ലേ? ഞങ്ങളൊരു ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ വളരെ തിളങ്ങി നിൽക്കുന്നവരാണ്. ഈ അടുത്ത 1 വർഷമായിട്ടുള്ളൂ ഇവർ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അവരെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് കേട്ട് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹായ്, ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ. ഞങ്ങൾ രണ്ടാളും പ്രണയിച്ച് കല്യാണം കഴിച്ച അല്ലേ? ഞങ്ങളൊരു ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. 1 വർഷവും ഒരു 10-12 ദിവസമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് മലയാളികൾക്ക് എന്തിനാണ് കുരു പൊട്ടുന്നതെന്ന് എനിക്കറിയില്ല. ആ കുരു പൊട്ടുന്ന ചേട്ടന്മാരോടോ അല്ലെ ചേച്ചിമാരോടോ എനിക്കൊന്നേ പറയാനുള്ളൂ. മെന്നാന്ന് ഞാൻ ഞങ്ങൾ കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കടപ്പുറത്ത് പോയപ്പോൾ ഒരു ചേച്ചി കമന്റ് ഇട്ടേക്കുക, ആ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കണ്ടെന്ന്. ആലോചിച്ച് നോക്ക്, എന്തൊക്കെ പറയാനുണ്ട് ആൾക്കാർക്ക്. മക്കളെ, എന്താണ് വിശേഷം, സുഖമാണോ, നിങ്ങൾ സുഖമായിരിക്കുന്നോ, വീട്ടിലെല്ലാവർക്കും സുഖമാണോ, എന്തൊക്കെ ചോദിക്കാനുണ്ട്. ഒരു കടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെച്ച വെള്ളത്തിൽ വീണ് ചാണ്ടാന്ന് പറയുന്ന ടീമാ. എന്തൊക്കെ നെഗറ്റീവ് കമന്റ് ഇടുന്നു. ഒന്ന് ചിന്തിക്ക്. നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യന്മാരാ ഞങ്ങള്. നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യന്മാരാ ഞങ്ങള്. എൻ്റെ മാമന്മാരെ, എൻ്റെ മാമിമാരെ, അല്ല എൻ്റെ ചേട്ടന്മാരെ, എൻ്റെ വീഡിയോ ആണെന്ന് എല്ലാവരോടും, ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ഒരു കുടുംബമായിട്ട് ജീവിക്കണം. അതിലേക്ക് മറ്റൊരാളെ ഞങ്ങൾ കടത്തുന്നില്ല. ഞങ്ങളെ നെഗറ്റീവ് പറയാനായിട്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എത്രമാത്രം ഹൃദയവേദനയോട് കൂടിയിട്ടായിരിക്കാം അവർ ആ വാക്കുകൾ പറയുന്നുണ്ടാണ്. മനുഷ്യരെല്ലാം ദൈവം ഒരുപോലെയാണോ സൃഷ്ടിച്ചത്? അവർക്ക് കാഴ്ചയിൽ ഉയർച്ചക്കുറവ് മാത്രമേ ഉള്ളൂ. അവർക്ക് ആരോഗ്യമുണ്ട്, സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, അവരുടെ സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയുണ്ട്. ഇതൊക്കെ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ദൈവം ഉയർച്ച പരിമിതി കൊടുത്തു. അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഉയർച്ച കുറവ് കൊടുത്തു. പക്ഷെ മറ്റുള്ള ഒരു കുറവുകളും ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. ഇതുപോലെ തന്നെയല്ലേ ഉയർച്ചയുള്ള മനുഷ്യർക്കും പല രീതിയിലുള്ള കുറവുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉയർച്ചയുള്ള മനുഷ്യർക്ക് ഈ ഉയർച്ചമില്ലാതെ ഇവരെ പല രീതിയിലും കഴിവുള്ള ഇവർക്ക് പരിഹസിക്കാനും കുറ്റപ്പെടുത്തുവാനും എന്ത് യോഗ്യതയാണുള്ളത്? ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് ഓരോ പരിമിതി കുറവുകൾ കൊടുത്തിട്ടാണ്. അതായത് ആരോഗ്യവും ബുദ്ധിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരു മനുഷ്യരാണെങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറവ് ദൈവം കൊടുത്തിരിക്കും. ഇനിയിപ്പോ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഈ ബുദ്ധി മാന്ദ്യം സംഭവിച്ചിട്ടുള്ള നമ്മുടെ ചില കുട്ടികളൊക്കെ. പക്ഷെ അവർക്ക് മറ്റുള്ള രീതിയിലുള്ള പ്രകടനമായിട്ടുള്ള കഴിവുകൾ കൊടുക്കും. എനിക്കൊരു അറിയുന്ന എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹം കോഴിക്കോട് പോയി ചോക്കളൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ജോലിയാണ് അദ്ദേഹം. പൂർണ്ണമായും അന്ധനായിട്ടുള്ള ബാധിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ആ മനുഷ്യൻ ഏത് രാത്രി ആയാലും 2-3 കിലോമീറ്റർ നടന്നിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി വരാൻ. അതും വീട് ഒരു താഴ്ചയുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഒരു പെരുക്കുമോ ഒരു സംഭവമോ അദ്ദേഹത്തിന് പറ്റാറില്ല. നമുക്കെല്ലാം കാഴ്ചകളുണ്ട്, നമ്മളെല്ലാം കാണുന്നവരാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാഴ്ചയില്ലാതെ ഇരുട്ടത്ത് ഒരു 100 മീറ്റർ തപ്പും തടിയും ചെയ്യാൻ പറ്റാതെ നടക്കാൻ പറ്റും. നമുക്ക് കാഴ്ചയുണ്ട്, അവർക്ക് കാഴ്ചയില്ല. പക്ഷെ അവർക്ക് ദൈവം ആ രീതിയിലുള്ള ഒരു കഴിവ് കൊടുത്ത്, സർവശക്തനായ തമ്പുരാൻ ആ രീതിയിലുള്ള ഒരു കഴിവ് കൊടുത്ത് ആരുടെയും പരസഹായമില്ലാതെ ഏത് പാതിരാത്രിയായാലും 2-3 കിലോമീറ്റർ നടന്നുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാനുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യർക്കെല്ലാം കുറവുകളുണ്ട്. അപ്പോൾ ഇവരുടെ കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉയർച്ചക്കുറവ് മാത്രമേ ഉള്ളൂ. ഉയർച്ച ഉള്ളവർക്ക് മറ്റുള്ള രീതിയിൽ കുറവുകൾ ഉണ്ടെന്ന് ഉയർച്ച ഇവർക്ക് മറ്റുള്ള രീതിയിലുള്ള കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും എന്ത് യോഗ്യതയാണുള്ളത് മറ്റുള്ളവർക്ക്? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പൂർണ്ണമായി സൃഷ്ടിച്ചതല്ല, ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ കൊടുത്തിട്ടുണ്ടാകും.